തിരുവനന്തപുരം ജില്ലയിൽ 14 നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. 2 ലോക്സഭാ സീറ്റുകൾ, ആറ്റിങ്ങൽ ലോക്സഭയും തിരുവനന്തപുരം ലോക്സഭയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും വിജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ്. താരതമ്യേന ഭൂരിപക്ഷം കുറവാണെങ്കിലും 2 മണ്ഡലങ്ങളും കോൺഗ്രസിന് നിലനിർത്താൻ കഴിഞ്ഞു എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. എന്നിട്ടും തലസ്ഥാന നഗരിയിൽ കോൺഗ്രസിന് ഒരേ ഒരു MLA മാത്രമാണുള്ളത്, അതായത് കോവളം MLA മാത്രം. ബാക്കി 13 നിയോജക മണ്ഡലങ്ങളിലും LDF ആണ് വിജയിച്ച് കയറിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് മാറ്റിമറിക്കുന്ന സാഹചര്യം ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്തെ പ്രധാനികളിൽ ഒരാളായ KS ശബരിനാഥ് പറയുകയാണ്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് വിചാരിച്ചാൽ കഴിയും. എന്നാൽ താഴെത്തട്ടിലുള്ള പ്രവർത്തക ഏകോപനം കാര്യമായി നടന്നിട്ടില്ലെങ്കിൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ പ്രതിഫലിക്കുകയില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഒന്നാം സ്ഥാനത്തെത്തിയത്. ഏകദേശം 9,000-ഓളം വോട്ടുകളുടെ ലീഡാണ് BJP കോർപ്പറേഷനിൽ നേടിയത്. CPIM BJP ഒത്തുകളി പരസ്യമായി അത് വെളിവായിട്ടും ഒരു രീതിയിലുള്ള ശ്രമവും CPIMൻ്റെ ഭാഗത്തു നിന്നും നേതാക്കളുടെ ഭാഗത്തു നിന്നും അത് തടയാൻ ഉണ്ടായിട്ടില്ല. അതിനർത്ഥം നേതാക്കൾ തുറന്ന് സമ്മതിക്കുകയാണ് എന്നതാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJP ഐഡിയോളജിക്ക് വേണ്ടിയാണ് CPIM-ഉം BJPയുടെ ഒപ്പം നിൽക്കുന്നതെന്ന് KS ശബരിനാഥൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5,000-ഓളം വോട്ടുകൾക്ക് കോൺഗ്രസിന് നഷ്ടപ്പെട്ട മണ്ഡലമാണ് അരുവിക്കര. G. കാർത്തികേയൻ വർഷങ്ങളോളം പ്രദാനം ചെയ്ത മണ്ഡലം പഴയ ആര്യനാട്. അതാണ് മണ്ഡല പുനർനിർണയം വന്നപ്പോൾ അരുവിക്കരയായി പരിണമിച്ചത്. അരുവിക്കരയിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശബരിനാഥൻ്റെ പിതാവായ G. കാർത്തികേയൻ തന്നെയാണ് വിജയിച്ച് കയറിയത്. എന്നാൽ 2020 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ശബരിനാഥൻ 10,128 വോട്ടുകൾക്കാണ് CPIMൻ്റെ M. വിജയകുമാറിനെ പരാജയപ്പെടുത്തി അരുവിക്കര നിലനിർത്തിയത്. 2021 A. റഷീദിനെ 21,314 വോട്ടുകൾക്കാണ് അദ്ദേഹം തറപറ്റിച്ചത്. ആ മണ്ഡലമാണ് നിസാര വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ LDFിലേക്ക് കൈമോശം വന്നത്. അരുവിക്കര ഉൾപ്പെടെ തലസ്ഥാന നഗരിയിലെ പ്രധാന മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കുക എന്ന ദൗത്യമാണ് കോൺഗ്രസ് നേതാവായ ശബരിനാഥിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. യുവ നേതൃത്വവും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളും തമ്മിലുള്ള ഒരു ഇടപെടൽ അത് കോൺഗ്രസിനകത്ത് വലിയ തോതിൽ പ്രശ്ന സാധ്യത ആയി കഴിഞ്ഞതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് കൂടുതൽ സീറ്റുകൾ നഷ്ടപ്പെട്ടതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കോർപ്പറേഷനിലും കോൺഗ്രസ്സിന് വലിയ നഷ്ടങ്ങളുണ്ടായി. K. മുരളീധരൻ അടക്കമുള്ളവർ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ സ്ഥിതിഗതി മാറും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്നും ശബരിനാഥ് കൂട്ടിച്ചേർത്തു.